എല്ലാവർക്കും നമസ്കാരം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി മാത്രം ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. എന്റെ പേര് ഗോപകുമാർ. ഞാനൊരു ലൈഫ് കോച്ചും കരിയർ മെന്ററുമാണ്. ഈ ചാനലിൽ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് കരിയറിനായി ബന്ധപ്പെട്ട, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ വെൽനെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ചാനലിൽ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. ചാനൽ കുറെ വർഷം മുമ്പ് തുടങ്ങിയതാണ്. പക്ഷെ പിന്നീട് പല തിരക്കുകൾ കാരണം അതിൽ വീഡിയോസ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഇന്ന് ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് ഒരു വീഡിയോ നമ്മളിപ്പോ ചെയ്യുന്നത്. റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടായിരുന്നു. കാരണം ഇന്ന് നമുക്ക് ഏത് വിഷയത്തെ കുറിച്ചുള്ള കണ്ടന്റുകൾ സോഷ്യൽ മീഡിയാസ് വഴി, വാട്സപ്പും അതുപോലെ എല്ലാ മാധ്യമങ്ങളിലൂടെയും നമുക്ക് ലഭിക്കുകയാണ്. ഏത് വിഷയത്തെ കുറിച്ചുള്ള കണ്ടന്റ് നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. അപ്പൊ ഇനി നമ്മളായിട്ട് പുതിയ വിഷയം ചെയ്ത് കൊണ്ടുവരുന്നതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്നുള്ളതൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചു. പക്ഷെ പിന്നീട് എനിക്ക് എന്റെ ഉള്ളിൽ വന്നൊരു ചിന്ത, നമ്മുടേതായ രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അതിന് യുണീക്നെസ് വരുമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിച്ചത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വീഡിയോ, ഇന്ന് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ കോളേജ് തലത്തിൽ അല്ലെങ്കിൽ തൊഴിൽ അന്വേഷിക്കുന്ന ഓരോ ചെറുപ്പക്കാരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. കഴിഞ്ഞ ഒരു 10-12 വർഷത്തോളമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ സ്കിൽ ഡെവലപ്മെന്റ്, കരിയർ മെന്ററിംഗ് എന്നുള്ള ഈ മേഖലയിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയെന്നുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇന്ന് ഒരുപാട് പേര് ഹയർ സ്റ്റഡീസിന് വേണ്ടി പോകുന്നുണ്ട്. ഒരുപാട് പേര് തൊഴിലില്ലാതെ ഇരിക്കുന്നുണ്ട്. ഹയർ ഡിഗ്രികളുമായിട്ട് PG PhD വരെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന ആൾക്കാർ നമ്മുടെയൊക്കെ നാട്ടിലുണ്ട്. കുറെ പേര് അബ്രോഡ് പോകാനുള്ള ഒരു ട്രെൻഡ് ഉണ്ട്. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ഒരു ജോലിയിലേക്ക് എത്തേണ്ട, അതിന് ആവശ്യമായ യഥാർത്ഥമായ അറിവുകൾ നമ്മുടെ കുട്ടികളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്, നിങ്ങൾ ഒരു ഹൈസ്കൂൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥി അല്ലെങ്കിൽ നിങ്ങൾ തൊഴിൽ അന്വേഷിക്കുന്ന ഒരു കുട്ടി, അതല്ലെങ്കിൽ ഇത് കാണുന്ന ആരുടെയെങ്കിലും നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികളോ ആരെങ്കിലും ഒക്കെ ജോലി അന്വേഷിക്കുന്നവരോ പഠിക്കുന്നവരോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു ജോലി കിട്ടുന്നതിന് ഏറ്റവും കൂടുതൽ സഹായകരമാവുന്നത് ഉറപ്പാണ് എന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജോലി കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു 7 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സാധാരണത്തെ പോലെ ഞാൻ ഡിഗ്രി എടുത്തു, സർട്ടിഫിക്കറ്റുമായി, എനിക്ക് നല്ല മാർക്ക് ഉണ്ട്, ഇതെല്ലാമായിട്ട് ഞാൻ വീട്ടിൽ ഇരിക്കുക എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയൊക്കെ ആണെങ്കിലും ഈ കാര്യങ്ങൾ എത്രയും നേരത്തെ അറിഞ്ഞു അത്രയും ഭംഗിയായിട്ട് അവർക്ക് കരിയറിലേക്ക് ലാൻഡപ്പ് ചെയ്യാം. 7 കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ പറയാം. അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് കരിയർ ചൂസിംഗുമായി ബന്ധപ്പെട്ട, ജോലി കിട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ വരുന്ന വീഡിയോസിലും ഉണ്ടാകും. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് 7 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം ഇന്റേൺഷിപ്പുകൾ. ഇത് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളുടെ എക്സാമിലൂടെ നമുക്ക് കിട്ടുന്ന മാർക്കുകളെക്കാൾ കൂടുതൽ വില കൽപ്പിക്കുന്നത് നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഡസ്ട്രിയുമായിട്ടുള്ള കണക്ഷൻ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിനാണ്. നമുക്ക് നമ്മുടെ പഠന കാലയളവിൽ നമുക്ക് ഏതെങ്കിലും ഇൻഡസ്ട്രിയുമായി ചേർന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ ഇതിന് വളരെയധികം വാല്യൂ ഉണ്ട്. കാരണം അത് 2 ദിവസത്തെ 3 ദിവസത്തെ ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് സാമാന്യ ബേസിക് ആയിട്ടുള്ള ചില ധാരണകളെങ്കിലും ഉണ്ടാകുക എന്നുള്ളത് പ്രധാനം. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന സ്ട്രീമുമായി ബന്ധപ്പെട്ട് അത് ഇനി ഹയർ സെക്കൻഡറി കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻഡസ്ട്രി വിസിറ്റ് ഒക്കെ ആയിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ അതിനൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക, അവിടെ പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതിന് വളരെ വാല്യൂ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഒന്നാമതായിട്ട് ഇന്റേൺഷിപ്പാണ്. ഇന്റേൺഷിപ്പുകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ പറയാം. രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളത് പ്രോജക്റ്റുകളാണ്. കോളേജ് വിദ്യാർത്ഥികളായാലും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളായാലും ഒക്കെ ചെറിയ ചെറിയ പ്രോജക്റ്റുകളൊക്കെ നിങ്ങളുടെ പഠന കാലയളവിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെയധികം വാല്യൂ ഉള്ളത്. പ്രത്യേകിച്ച് അത് സോഷ്യലി റെലവെന്റ് ആയിട്ട് എന്തെങ്കിലും ഏരിയാസിലുള്ള പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജസിലോ അല്ലെങ്കിൽ നമ്മൾ മറ്റ് ആർട്സ് കോളേജിലൊക്കെ എന്തെങ്കിലും പ്രോജക്റ്റുകളൊക്കെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ടെങ്കിൽ കുട്ടികൾ പല സ്ഥലത്തും മുമ്പ് ചെയ്ത ആൾക്കാരും എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള പല പ്രോജക്റ്റുകളും മാറ്റി പുതിയ രീതിയിലാക്കി അങ്ങനെയൊക്കെയാണ് കൊണ്ടുവരിക. അതിനെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന കുട്ടികൾ വളരെ കുറവാണ്. എന്നാൽ പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള പ്രോബ്ലംസിന് നമ്മളായിട്ട് തന്നെ സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയിലുള്ള ഒരു റെലവെന്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകളാണെങ്കിൽ അതിന് നാളെ നിങ്ങളുടെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതിന് ഇന്ന് HR റിക്രൂട്ടേഴ്സും പല കമ്പനീസും വളരെയധികം വാല്യൂ നൽകുന്നുണ്ട്. ഇപ്പൊ രണ്ടാമതായിട്ട് പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റുകളാണ്. മൂന്നാമത് നമുക്ക് ചെയ്യാനുള്ളത്
നമ്മളുടെ പഠന കാലയളവിൽ നമുക്ക് പങ്കെടുക്കാവുന്ന പല ഹാക്കത്തോണുകളോ വെബിനാറുകളോ ഒക്കെ ഉണ്ടെങ്കിലും, പ്രത്യേകിച്ച് അത് ഏതെങ്കിലും റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒക്കെ നടത്തുന്ന ഇന്റർനാഷണലോ നാഷണലോ ആയിട്ടുള്ള വെബിനാറുകളോ ഹാക്കത്തോണുകളോ ഇത്തരം കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ നമുക്ക് അവസരം കിട്ടുകയാണെങ്കിൽ അതിനൊരു വാല്യൂ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് നാളെ നമ്മൾ എംപ്ലോയറിന്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് നല്ല മാർക്കുണ്ട്, ഡിഗ്രികളുണ്ട് എന്നൊക്കെ ശരിയായിരിക്കാം. പക്ഷേ അത്രയും മാർക്കുള്ള ഒരുപാട് പേര് ഈ നാട്ടിലുണ്ടായിരിക്കും. അപ്പൊ ഹൗ യുണീക്ക് യു ആർ എന്ന് പറയാൻ വേണ്ടി നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മൂന്നാമതായിട്ട് ഈ കാര്യങ്ങൾ വളരെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഹാക്കത്തോണുകളോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങൾ ജോലി അന്വേഷിക്കുന്ന മേഖലയിലെ ഏറ്റവും നൂതനമായിട്ടുള്ള അറിവുകൾ, വെബിനാറുകൾ, ഓൺലൈൻ ആയിട്ടുള്ള പല പാനൽ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും. ഇതിലൊക്കെ അറ്റൻഡ് ചെയ്യുക. ചിലതിലൊക്കെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ അതൊക്കെ നല്ലതാണ്. അതൊക്കെ വളരെ വാല്യൂ അതിനുണ്ട്. നാലാമതായിട്ട് നിങ്ങൾ പഠിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആഡ് ഓൺ സ്കില്ലുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന് വളരെയധികം വാല്യൂ. ഒരുപാട് കോഴ്സുകൾ വാരി വലിച്ച് നമ്മൾ ചെയ്യണമെന്ന് പറയുന്നില്ല. ബട്ട് ഇഫ് യുവർ കരിയർ ഗോൾ ഇസ് ഫിക്സഡ്, നിങ്ങൾക്ക് ഒരു ഗോൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജോലിയിലേക്ക് എത്താൻ വേണ്ട അഡീഷണൽ സർട്ടിഫിക്കേഷൻസോ ആഡ് ഓൺ സ്കില്ലുകളോ ഒക്കെ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ ആയിട്ടോ അല്ലെങ്കിൽ പല സ്ഥാപനങ്ങൾ മുഖേനയൊക്കെ എടുക്കാം. കേരള ഗവൺമെന്റിന്റെ അസാപ്പ് പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെ അതുപോലുള്ള ലിങ്ക്ഡിൻ വഴിയായിട്ടുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ അതിന് വളരെയധികം നല്ലതാണ് ആഡ് ഓൺ ആയിട്ടുള്ള. കാരണം ഇന്ന് പല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള മേഖലകളും നമ്മുടെ സ്കൂൾ കോളേജ് പാഠ്യപദ്ധതിയിൽ കരിക്കുലത്തിലും അപ്ഡേറ്റഡ് അല്ല. അപ്പൊ അത്തരം മേഖലകളെ കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആഡ് ഓൺ സർട്ടിഫിക്കേഷൻസോ പ്രോഗ്രാമുകളോ ചെയ്യേണ്ടി വരും. മിക്കവാറും കോളേജുകളിലൊക്കെ ആഡ് ഓൺ പ്രോഗ്രാമുകൾ ഉണ്ട്. അഞ്ചാമതായിട്ട് നമുക്ക് പറയാനുള്ളത് പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് ആണ്. ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്കറിയാം ലിങ്ക്ഡിൻ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ. ലിങ്ക്ഡിൻ ഇന്ന് ഞാൻ പല കോളേജുകളിലും പോയിട്ടൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പല കുട്ടികൾക്കും ലിങ്ക്ഡിൻ എന്താണെന്ന് അറിയില്ല. ലിങ്ക്ഡിൻ എത്ര പേർക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ പല കുട്ടികൾക്കും ലിങ്ക്ഡിൻ കേട്ടിട്ട് പോലുമില്ല. നേരെ മറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ എത്ര പേർക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ എല്ലാ കുട്ടികളും കയറും. അപ്പൊ ഇൻസ്റ്റാഗ്രാമിന് നമ്മൾ കൊടുക്കുന്ന സമയം, ഇൻസ്റ്റാഗ്രാമിൽ റീൽസോ ഷോർട്സോ ഒക്കെ കാണുന്നത്, യൂട്യൂബ് ഷോർട്സ് ഒക്കെ കാണുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈമിന്റെ ഒരു പകുതി സമയം നമ്മൾ ലിങ്ക്ഡിൻ പോലെയുള്ള പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നൂതനമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഒരുപാട് നെറ്റ്വർക്കിങ്ങിന് നിങ്ങൾക്ക് ഒരുപാട് പ്രശസ്തരായ ആൾക്കാർ, നിങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കമ്പനീസിന്റെ അപ്ഡേറ്റ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി കുറച്ച് സമയം നെറ്റ്വർക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അത് മാത്രമല്ല, ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ തോട്ട്സ് ഷെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ അതിന് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ബ്രാൻഡ് ചെയ്യാനുള്ള ഒരു അവസരം. അപ്പൊ ഇന്ന് പല കമ്പനീസും ഹയർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ലിങ്ക്ഡിൻ ആയിട്ട്, ലിങ്ക്ഡിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിങ്ക്ഡിൻ മാത്രമല്ല, നമുക്ക് പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ വളരെ നല്ലതാണ്. ആറാമതായിട്ട് നമ്മൾ പറയാണെങ്കിൽ നമ്മൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. ഏത് ഇന്റർവ്യൂവിന് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെ എക്സ്പ്രസ് ചെയ്യാനുള്ള കുറച്ച് സമയം ഉണ്ടായിട്ട് ആ സമയത്തിനുള്ളിൽ നമുക്ക് നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായി, അവർ ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മറുപടി പറയാൻ പറ്റും. ഏത് ലാംഗ്വേജിലാണോ അവർ ചോദിക്കുന്നത് അതിനനുസരിച്ച് വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, വളരെ ഒരു ഫോർമൽ അല്ലാത്ത രീതിയിൽ സത്യസന്ധമായി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, ആത്മവിശ്വാസത്തോടു കൂടി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, ക്ലാരിറ്റിയോടു കൂടി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ വലിയൊരു സ്കില്ലാണ്. അപ്പൊ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം. എത്രയോ തവണ നിങ്ങൾ മോക്ക് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അപ്പം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇന്റർവ്യൂവിലുള്ള ഇത് മാത്രമല്ല, നാളെ നിങ്ങൾ എന്തെങ്കിലും പ്രസന്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ യുവർ പ്രസന്റേഷൻ സ്കിൽസ്, ലാംഗ്വേജ് സ്കിൽസ്, അതൊക്കെ അതിന്റെ ഒരു പാർട്ടായിട്ട് വരും. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏഴാമതായിട്ട് നമുക്ക് പറയാനുള്ള ഫൈനൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു CV ആണ്. നിങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഏറ്റവും നിങ്ങൾ ഇതുവരെ നേടിയ നേട്ടങ്ങളൊക്കെ ഒറ്റ പേജിൽ കാണിക്കാൻ പറ്റുന്ന ഒരു CV. കാരണം നമുക്കറിയാം ഏതൊരു എംപ്ലോയറും നമ്മൾ ലിങ്ക്ഡിൻ വഴിയൊക്കെയാണ് പല റിക്രൂട്ട്മെന്റും നടക്കുന്നത്. ആദ്യം നിങ്ങളെ കുറിച്ച് അറിയുന്നത് നിങ്ങളുടെ ഒരു CV ആണ്, കരിക്കുലം വിറ്റ്. അപ്പൊ അതിൽ എന്തൊക്കെ എത്ര ഭംഗിയായിട്ട്, എത്ര ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ നേട്ടങ്ങളൊക്കെ ഭംഗിയായിട്ട് അത് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരുപാട് ടെംപ്ലേറ്റുകൾ, ഇപ്പൊ ക്യാൻവ പോലുള്ള സോഫ്റ്റ്വെയർസിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു നല്ല CV നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.
അപ്പം അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ വെറുതെ വാരി വലിച്ച് കുറെ കാര്യങ്ങളുണ്ട്. അത് സത്യസന്ധമായി നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല നേട്ടം നിങ്ങളുടെ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പ്രതിഫലിപ്പിച്ച് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അത് ഏറ്റവും മോഡേൺ ആയിട്ട് ഒരുപാട് ടെംപ്ലേറ്റുകൾ ഉണ്ട്. ഏതെങ്കിലും ടെംപ്ലേറ്റുകൾ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ടോട്ടലി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. ഒന്ന്, ഇന്റേൺഷിപ്പുകൾ വളരെ പ്രധാനമാണ്. 2, പ്രോജക്റ്റുകൾ ഹാവിംഗ് സോഷ്യൽ റെലവൻസ്. വെറുതെ പ്രോജക്റ്റുകളല്ല, സോഷ്യൽ റെലവൻസ് ഉള്ള പ്രോജക്റ്റുകൾ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. 3, നമ്മൾ പറഞ്ഞു ഹാക്കത്തോണുകളും അല്ലെങ്കിൽ വെബിനാറുകളും ഒക്കെ പങ്കെടുക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4, ആഡ് ഓൺ സ്കില്ലുകൾ. നിങ്ങൾ പഠിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട ആഡ് ഓൺ സർട്ടിഫിക്കേഷൻസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5, പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ്. നിങ്ങൾക്ക് ഒരുപാട് പേരുമായിട്ട് കണക്ട് ചെയ്തെടുക്കാനും നിങ്ങളുടെ ഫീൽഡിൽ ഏറ്റവും അധികാരിമാരുമായിട്ടൊക്കെ എപ്പോഴും കണക്റ്റഡ് ആയിട്ട് കമ്പനീസുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാനും നിങ്ങളെ സെൽഫ് ബ്രാൻഡിംഗ് ഒക്കെ ഏറ്റവും നല്ലത് ലിങ്ക്ഡിൻ പോലുള്ള മാധ്യമങ്ങളിൽ എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യാം. 6, നമ്മൾ വന്നു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലെങ്കിൽ പ്രസന്റേഷൻ സ്കിൽസ്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുന്ന വേണം. ഇന്റർവ്യൂ ഫേസിംഗിൽ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. 7, നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ നിങ്ങളുടെ CV ഏറ്റവും പുതിയ മോഡലിലുള്ള ഒരു സിംഗിൾ പേജ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാം എക്സ്പ്രസ് ചെയ്യാൻ പറ്റും നല്ലൊരു CV പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ലിങ്ക്ഡിൻ പോലുള്ള പ്രൊഫൈലും ജോലി അന്വേഷണത്തിലൊക്കെ ഉപയോഗിക്കും. ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഒരു 90% കുട്ടികളെക്കാൾ മുന്നിൽ നിങ്ങൾ ആയി കഴിഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ അറിവിൽ സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നവരോ ജോലി അന്വേഷിക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യുക. അവർക്കൊക്കെ ഉപകാരമായെങ്കിൽ നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്യാം. വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ കരിയർ ചൂസിംഗ് ആയി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുമായിട്ട് വീഡിയോസ് ഒക്കെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ. നമസ്കാരം.